ഇപ്പോൾ ഉണ്ടല്ല സ്വർണ്ണ വില ഭയങ്കരമായിട്ട് കൂടിയിട്ടാവുള്ള. അപ്പോൾ സ്വർണ്ണ വില കൂടിയോണ്ട് സാധാരണക്കാർക്ക് സ്വർണം വാങ്ങാൻ പറ്റാത്ത അവസ്ഥയുള്ളത് കൊണ്ട് എല്ലാവർക്കും സ്വർണം വാങ്ങാൻ വേണ്ടി നമ്മളൊരു സാധനം ഇറക്കിയിട്ടുണ്ട്. 14 ക്യാരറ്റിൻ്റെ റിങ്സ്. ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഈ 14 ക്യാരറ്റിൻ്റെ റിങ്സ് ഇറക്കുന്നത് കേട്ടോ. ഇവിടെ 18 ക്യാരറ്റിൻ്റെ സ്വർണം ഒരുപാടായിട്ടുണ്ട്. ഡയമണ്ടൊക്കെ 18 ക്യാരറ്റിൻ്റെയാണ്. അതുപോലെ 18 ക്യാരറ്റിൻ്റെ ഓർണമെൻറ്റ്സ് നമ്മൾ ഒരുപാട് കൊടുക്കുന്നുണ്ട്. അത് അത്യാവശ്യം നല്ല എൻക്വയറി ഉണ്ട്. വേറൊന്നുമല്ല, 18 ക്യാരറ്റിന് വില കുറവാണ്, ഉറപ്പ് കൂടുതലാണ്. അതുകൊണ്ട് ആ സാധനം ഇഷ്ടം പോലെ പോകുന്നുണ്ട്. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ഈ 14 ക്യാരറ്റിൻ്റെ ആ ഒരു സ്റ്റൈൽ കണ്ടേ, നല്ല അടിപൊളി മോഡലാണ്. അതെല്ലാം നല്ല സ്റ്റോണൊക്കെ ഒരു സുന്ദര കുട്ടറാണ്. ഏതായാലും ഇതൊന്ന് അടുത്തുനിന്ന് കാണിച്ചു കൊടുത്തോടെ വരാം. സംഗതി കണ്ടില്ലേ, നല്ല രസമില്ലേ? ശരിക്കും ഡയമണ്ട് റിങ് പോലെ തന്നെയുണ്ട് സാധനം കാണാൻ വേണ്ടിയിട്ട്. ആകെ 14 ക്യാരറ്റേ ഉള്ളൂ, പക്ഷെ എന്നാൽ വില നല്ല കുറവായിട്ടാ. ഇപ്പം ഡയമണ്ട് 6 ഉണ്ടല്ലോ, 1,13,000 അതിൻ്റെ വില വരുന്നത്. നേരെ വെച്ച് 18 ക്യാരറ്റ് ആകുമ്പോൾ 93,000 സംതിങ് ആണ് 18 ക്യാരറ്റിന് വരെ വില കുറവാണ്. ഇനി ഇതിൻ്റെ വില വരുമ്പോൾ എത്ര വരും അറിയുക? 72,000 സംതിങ്ങിന് നിങ്ങൾക്ക് ഈ 14 ക്യാരറ്റിൻ്റെ സ്വർണം വാങ്ങാൻ പറ്റൂ. അപ്പോൾ എന്തായാലും ലാഭമാണ്. ഞാൻ പറഞ്ഞില്ല, സാധാരണക്കാർക്ക് സ്വർണം എന്ന് പറയുന്ന സാധനം വാങ്ങുന്നേ വേണ്ടേ, അതിന് മാറ്റ് കുറവെന്നേ ഉള്ളൂ. പക്ഷേ അതിനൊക്കെ വിലയും കുറവാണ്. ഈ ഡയമണ്ട് 6 തന്നെ വാങ്ങണമെന്ന് ഒരു നിർബന്ധമില്ല. കാരണം ഡയമണ്ട് 6 സാധനം എന്ന് പറയുമ്പോൾ അതിന് ഉറപ്പ് എന്തായാലും കുറവായിരിക്കും. ഇതിലാകുമ്പോൾ ഉറപ്പും കൂടി കുറേ കാലം എത്തുകയും ചെയ്യും. നിങ്ങൾ പണിക്കൂലിയും കൊടുത്ത് വാങ്ങുന്ന സാധനം കുറേ കാലം എത്തണ്ടേ. അതിന് എനിക്ക് തോന്നി ഈ 14 ക്യാരറ്റൊക്കെ വളരെ യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ 14 ക്യാരറ്റ് ബാങ്കിൽ പണയം വെച്ച് എടുക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ 18 ക്യാരറ്റൊക്കെ നമ്മളിവിടെ മുല്ലക്കൊടി ബാങ്കിലൊക്കെ അവർ എടുക്കുന്നുണ്ട്. 14 ക്യാരറ്റൊക്കെ ഇനി ഞാൻ പറഞ്ഞില്ല, ഇത് സജീവമായി കഴിഞ്ഞാൽ എന്തായാലും ബാങ്കിൽ എടുക്കുക. പിന്നെ വേറൊരു സംഭവം കൂടിയായി നമ്മുടെ ഷോപ്പിൽ വരാൻ പോകുന്നുണ്ട്. അതായത് 9 ക്യാരറ്റ് 9 ക്യാരറ്റിൻ്റെ സ്വർണം നമ്മളെ ഷോപ്പിൽ വരാൻ പോകുന്നുണ്ട്. 9 ക്യാരറ്റിൻ്റെ വില കേട്ടാൽ നിങ്ങൾ ഞെട്ടും കേട്ടാ. ആകെ 46,000 രൂപയാണ് 9 ക്യാരറ്റ് സ്വർണത്തിൻ്റെ ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് വരും. അപ്പം ഞാൻ പറഞ്ഞത് സാധാരണക്കാർക്ക് സ്വർണ്ണം വാങ്ങാൻ ഏറ്റവും എളുപ്പം. സ്വർണ്ണം കാണാൻ നമ്മൾ സ്വർണ്ണം പോലെ തന്നെയാണ്, പക്ഷേ അതിനെക്കാട്ടും നല്ല ഉറപ്പുണ്ടാവും, നല്ല ക്വാളിറ്റി ഉണ്ടാവും, നല്ല ഫിനിഷിങ് ഉണ്ടാവും. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുക, നിങ്ങൾ നമ്മുടെ ഷോപ്പിൽ ഇങ്ങനെ 9 ക്യാരറ്റ് കൊണ്ടുവച്ചാൽ വാങ്ങുമെന്ന് അറിയാൻ കൂടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ചില ആൾക്കെങ്കിലും ഒരു ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാറ്റ് കൂടിയ സ്വർണം മാത്രമാണ് സ്വർണം, മറ്റേത് മാറ്റ് കുറവല്ലേ, അതിന് വില കിട്ടൂല എന്നുള്ള തെറ്റിദ്ധാരണയൊക്കെ ഉണ്ട്. അപ്പോൾ ആ തെറ്റിദ്ധാരണ മാറാൻ വേണ്ടി ഞാൻ മുന്നേ കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് ഇന്നത്തെ മാർക്കറ്റ് റേറ്റിൽ 18 ക്യാരറ്റ് നിങ്ങൾ വാങ്ങുമ്പോൾ 93,000 അത് വിൽക്കുമ്പോൾ 2% കുറഞ്ഞിട്ടുള്ള വിലയാണ് അതിന് കിട്ടുക. അതിന് നഷ്ടം നിങ്ങൾക്കില്ല. കാരണം നിങ്ങൾ വാങ്ങുമ്പോൾ 93,000 വാങ്ങുന്നത്. 916 വാങ്ങുമ്പോൾ എങ്ങനെയാണോ അതേപോലെ തന്നെ ഇതിൻ്റെ അവസ്ഥ. 916 വാങ്ങുമ്പോൾ ഇപ്പോൾ 1,13,000 ഉണ്ടെങ്കിൽ വിൽക്കുമ്പോൾ 2% കുറച്ചിട്ടാണ് നമ്മൾ എടുക്കുക. നമ്മുടെ സാധനം തന്നെ അങ്ങനെ. അതുപോലെ തന്നെയാണ് ഇനി 14 ക്യാരറ്റും കണക്ക് തന്നെയാണ്. അതുപോലെ തന്നെ ഇനി 9 ക്യാരറ്റ് ആയി കഴിഞ്ഞാൽ ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് വെച്ച് 9 ക്യാരറ്റ് 46,000 രൂപ ആണെങ്കിൽ നിങ്ങൾ വിൽക്കുമ്പോൾ ഏതാണ്ട് അതിൽ 2% കുറച്ചിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പം എന്നാ ഒരു നഷ്ടമില്ല. 916 വാങ്ങാൻ വില കൂടുതലാണ്, ഇത് വാങ്ങാൻ വില കുറവാണ്. ഇത് മറ്റതിനേക്കാൾ കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്നുള്ള അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഈ പറയുന്ന സ്വർണ്ണങ്ങൾക്ക് ഉണ്ട്. ഏതെല്ലാം സ്വർണം? 18 ക്യാരറ്റ്, 14 ക്യാരറ്റ്. ഇനി നമ്മുടെ ഷോപ്പിൽ പുതുതായിട്ട് വരാൻ വന്ന 9 ക്യാരറ്റ് സ്വർണ്ണത്തിന്, അതായത് 9 ക്യാരറ്റ് സ്വർണ്ണത്തിനും നല്ല ഉറപ്പുണ്ടാകുമെന്ന് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഞാനതെല്ലാം വിശദീകരിച്ച് തരും. ഞാൻ പറഞ്ഞേ, സ്വർണ്ണ വില കൂടിപ്പോകുന്നതുകൊണ്ട് നമുക്ക് ജ്വല്ലറിക്കാർക്ക് ഒന്നും ചെയ്യുകയില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ? നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ വിലക്ക് സ്വർണ്ണം തരാൻ പറ്റുന്ന മാർഗ്ഗങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആ മാർഗ്ഗത്തിൽ വന്നതാണ് ഇപ്പോൾ ഞാൻ വലിയ 14 ക്യാരറ്റ്. ഇനിയിപ്പോൾ 9 ക്യാരറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് അതിലും കുറഞ്ഞ പൈസക്ക് സ്വർണ്ണം വാങ്ങാം. സാധാരണക്കാർക്ക് സ്വർണ്ണം വാങ്ങാം. 916 യൂസിനെക്കാട്ടും കൂടുതൽ കാലം യൂസ് ചെയ്യുന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും എൻ്റെ വീഡിയോൻ്റെ അടിയിൽ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഷോപ്പിൽ 9 ക്യാരറ്റ് സ്വർണ്ണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വാങ്ങുന്നുള്ളത് എന്തായാലും ഒന്ന് പറയണം. ഞാൻ പറഞ്ഞില്ല, ബാങ്കിൽ പണയം വെക്കാൻ ചിലപ്പം ബുദ്ധിമുട്ടായിരിക്കും. അത് കുറച്ചുകൂടി കാലം കഴിഞ്ഞാൽ ബാങ്കിൽ എടുക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇനി ഞാൻ പറയാം, 18 ക്യാരറ്റ്, 40 ക്യാരറ്റ്, ഇനി 9 ക്യാരറ്റ്, ഇതിനെപ്പറ്റിയുള്ള നിങ്ങൾ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോ. അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിനെപ്പറ്റി വിശദീകരിച്ച് പറഞ്ഞു തരുന്നതാണ്. എന്തായാലും സ്വർണ്ണ വില കൂടുമ്പോൾ നമുക്ക് വേറെ വഴിയില്ല, നിങ്ങൾക്കും വേറെ വഴിയില്ല. കാരണം ഈ വിലക്ക് എങ്ങനെ വാങ്ങാൻ പറ്റും? 1,13,000 കൊടുത്ത് എങ്ങനെ വാങ്ങാൻ പറ്റും? നമുക്ക് 9 ക്യാരറ്റ് മതി. 46,000 രൂപയ്ക്ക് സ്വർണ്ണം വാങ്ങാലോ. ഗിഫ്റ്റ് കൊടുക്കാനും ഉപയോഗിക്കാനും ഏറ്റവും നല്ലതാണല്ലോ. അപ്പോൾ ആ ഒരു മാർഗ്ഗം നോക്കുക എന്നുള്ളതാണ് ഞാൻ കണ്ട ഒരു മാർഗ്ഗം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടി എന്തായാലും ഒന്ന് പറയാന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ശരി, എന്നാൽ പിന്നെ എല്ലാവർക്കും ഓക്കെ, ബൈ.